ഇത് മതി. മക്കൾ അച്ഛൻ വരെ മടിയിരിക്കാം. ഇന്നൊരു പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ ഫുഡ് അടിക്കാൻ വേണ്ടി. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കാടും മലയും കുന്നും 104 കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ തെങ്കാശിയിലുള്ള റഹ്മത്ത് ബൊറോട്ടോ സ്റ്റോളിലേക്ക് എത്തിയത്. നമ്മൾ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉള്ളവർ ഇവിടെ ഓൾറെഡി വന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ കഴിക്കാതെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ആ കടയുടെ എൻട്രിയിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ, കുറേ ചേട്ടന്മാർ നിന്ന് ബെറോട്ട അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ബെറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് അവിടെ നിന്ന് തന്നെ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ കടയുടെ എൻട്രിയിലോട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്നും സ്ഥലമൊന്നും നേരെ ഇല്ലായിരുന്നു. അവിടെ മൊത്തം തിരക്കാ, ഒട്ടും സ്ഥലം ഇല്ലായിരുന്നു. അങ്ങനെ അച്ഛനും കിച്ചു ചേട്ടനും ആർക്കും സ്ഥലം കിട്ടിയില്ല. നമുക്ക് സ്ഥലം കിട്ടിയ ഉടനെ നമ്മൾ കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അവർ ഇലയിലാണ് കേട്ടോ ഇവിടെ തരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇലയിലൊന്നുമല്ല തരുന്നത്. അപ്പോൾ എനിക്കിവിടെ സ്പെഷ്യലായിട്ട് തോന്നിയത് ഇല തന്നെയാണ് കേട്ടോ. അതൊരു വേറൊരു പ്രത്യേകത, ഒരു വൈബും കൂടിയാണ് ഈ ഇലയിൽ കഴിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമുക്ക് ആദ്യം കൊണ്ടു തന്നത് കാടക്കോഴിയില്ലേ, അതാണ് കൊണ്ടു തന്നത്. എന്നിട്ട് 3 പ്ലേറ്റ് എന്തോ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഷെയർ ഇട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഈ കാടക്കോഴി ഇവിടെ നിന്ന് കഴിച്ചതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ കൊണ്ടുവരുന്നത് കോയിൻ ബെറോട്ടയാണ്. അത് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ബോർഡർ ചിക്കനും കോയിൻ സൈസുള്ള ബൊറോട്ടയും തന്നെ. അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റമായ ബോർഡർ ചിക്കൻ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ടേസ്റ്റ് ഒക്കെ എന്നൊക്കെ. ഞാൻ വലിയ പോസൊക്കെ കൊടുക്കുന്നത് വെറുതെ ആണ് കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെപ്പറില്ലേ, ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ എരിവുമില്ല, എന്നാൽ എരിവൊട്ടും കുറവും ഇല്ലാത്ത നല്ല പോലെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് എല്ലാവരും ഇവിടെ ഇത്രയും തിരക്കുന്നത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.